8ാം ക്ലാസ്സിൽ പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണിത്. നിങ്ങളിലേക്ക് കുറച്ചു കാര്യങ്ങൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ശ്രീലക്ഷ്മി മിസ്സും അതുപോലെ തന്നെ ഫസൽ സാറും ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ എന്താ മക്കളെ പറയുന്നത് എന്ന് വെച്ചാൽ അതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചെയ്യേണ്ടത് എന്താ അറിയോ? ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കണം. പറയാനുള്ള കാര്യങ്ങൾ എത്രേ ഉള്ളൂ. നിങ്ങൾ സ്കൂളിൽ പോയി ജോയിൻ ചെയ്ത് ഇതാ 1 മാസം കഴിഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടാ? കുട്ടികളത് കേൾക്കുമ്പോൾ വിചാരിക്കും 1 മാസം കഴിഞ്ഞു തീർന്നു. ഇനി ഒരു 2 മാസം കൂടെ കഴിഞ്ഞാൽ നിങ്ങളുടെ ആദ്യത്തെ എക്സാമിനേഷൻ വരാൻ പോവാണ്, ഓണം എക്സാമിനേഷൻ. അപ്പം നിങ്ങൾ ഇതുവരെ 7ാം ക്ലാസ് വരെ പഠിച്ചു, 5, 6, 7 ഒക്കെ പഠിച്ച സമയത്തൊക്കെ അവർ ആക്ടിവിറ്റി മെത്തേഡ് ആയിരുന്നു. അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺസ് എല്ലാം. പിന്നെ മാത്രമല്ല അവരുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമായിരുന്നു അവർക്ക് പഠിക്കാനുണ്ടായിരുന്നത്. ഇപ്പൊ 8ാം ക്ലാസ്സിലേക്ക് എത്തിയ സമയത്ത് വലിയൊരു മാറ്റമാണ് അവർ ഫേസ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്കിലുള്ള വ്യത്യാസം, എക്സാം പാറ്റേണിലുള്ള വ്യത്യാസം, മാർക്കിംഗ് സ്കീമിലുള്ള വ്യത്യാസം, ഇതെല്ലാം ഇവരെ സംബന്ധിച്ചിടത്തോളം പുതിയതാണ്. അപ്പൊ പറഞ്ഞു വരുന്നത് എത്രേ ഉള്ളൂ, ഈ പുതിയ ചാലഞ്ചസ് എല്ലാം ഫേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറ്റക്ക് പറ്റുമോ വെച്ചാൽ പറ്റായൊന്നുമില്ല. പക്ഷെ അത് ഫുൾ കോൺഫിഡൻസോട് കൂട്ടിയിട്ട് നമ്മൾ എക്സാം പോയി അറ്റൻഡ് ചെയ്യണം, മുഴുവൻ പഠിച്ചു തീർക്കണം. നമുക്ക് ആദ്യത്തെ എക്സാമിനേഷൻ തന്നെ പൊളിച്ചെടുക്കണം. മിസ് അതിനൊരു പ്രത്യേകതയല്ലേ ആദ്യത്തെ എക്സാമിനേഷൻ? ആദ്യത്തെ പരീക്ഷ അടിപൊളിയായിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്കൊരു കോൺഫിഡൻസ് ആണ്, എവിടുന്നോ ഇല്ലാത്തൊരു കോൺഫിഡൻസ് ആയിരിക്കും. ഇനിയും അങ്ങോട്ടേക്ക് നമ്മളെ കൊണ്ട് പറ്റും. ഓണപരീക്ഷ എങ്ങാനും തകർന്നു പോയാലോ നമുക്ക് പിന്നെ മുന്നോട്ടുള്ളതെല്ലാം ക്രിസ്മസ് എക്സാമിനേഷൻ ഉണ്ട്, അതുപോലെ നമ്മുടെ ഫൈനൽ എക്സാം, പിന്നെ 9, 10 ഒക്കെ അപ്പൊ നമുക്ക് ആ കോൺഫിഡൻസ് നഷ്ടപ്പെടും. അപ്പൊ ഏറ്റവും ആദ്യം വേണ്ടത് നമുക്കുള്ളിൽ ഒരു പൊരി ഉണ്ടാക്കുക എന്നുള്ളതാണ്, തീപ്പൊരി. അപ്പൊ അതുണ്ടാക്കണമെങ്കിൽ പഠിക്കണം. സപ്പോർട്ട് ചെയ്യാൻ, ഇവരെ ഹെൽപ്പ് ചെയ്യാനും ഇവരെ സപ്പോർട്ട് ചെയ്യാനും ഞങ്ങൾ എല്ലാവരും ഫുൾ ടീം എന്താണ് പക്ക നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പൊ മക്കളെ, ഈ ഓണം എക്സാമിനേഷൻ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അറിയാം, നമുക്ക് അതിനൊരു പുതിയ രീതിയൊക്കെ നമുക്ക് അഡോപ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് നിങ്ങൾക്ക് ഒറ്റക്ക് പറ്റില്ല എന്നുള്ള ഒരു തോന്നൽ ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു പക്ഷെ. നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ കൂടെ ഏകനുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഈ ഓണം എക്സാമിനേഷൻ ഇപ്പോഴേ എങ്ങനെ പതിയെ പ്രിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഏകൻ ടീം നിങ്ങളെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. നിങ്ങളുടെ നേരവും കാലവും സമയമൊക്കെ അങ്ങ് കുറിച്ചു വെച്ചോ, ഞങ്ങൾ പറയാൻ പോവാണ്. ഓക്കെ, എല്ലാവരും ഉണ്ടാണ്, മാക്സിമം ഫ്രണ്ട്സിനോടൊക്കെ പറയണം. മിസ്സേ, എന്നാ സമയം എന്ന് അറിയില്ലേ? 3-ാം തീയതിയാണ്, ബുധനാഴ്ച 3-ാം തീയതി. അതിനൊരു റീസണും ഉണ്ടടാ. നിങ്ങൾ വിചാരിക്കും നമ്മുടെ മുന്നിൽ 2 മാസം ഉണ്ടല്ലോ, 2 മാസം കൊണ്ട് നമ്മൾ ഇപ്പോഴേ തുടങ്ങേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. ഈ 1 മാസം പോയത് എങ്ങനെയായെന്ന് നമുക്ക് പോലും അറിയില്ല. അതേപോലെ തന്നെ ആയിരിക്കും ജൂലൈയും ഓഗസ്റ്റും. സെപ്റ്റംബർ 1st വീക്കില് നമുക്ക് എന്തുണ്ട്, ഓണ പരീക്ഷയുണ്ട്. അതിന്റെ മുന്നേ നമ്മുടെ മുന്നിൽ മിഡ് ടേം എക്സാം ഉണ്ട്. സോ സത്യം പറയുകയാണെങ്കിൽ ഇനിയുള്ള മാസം എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ടൈറ്റ് ഷെഡ്യൂൾ. ഒരുപാട് സബ്ജക്റ്റിൽ ഒരുപാട് പഠിക്കാനുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. പക്ഷെ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങൾ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. കോൺഫിഡൻസ് വേണം. എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എക്സാം പാറ്റേൺ, ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ്, എത്രയാണ് പോർഷൻസ്, ഓരോരോ സബ്ജക്റ്റിലും പരീക്ഷയ്ക്ക് എവിടെ വരെ പഠിക്കണം, ഏതൊക്കെ സിലബസ് എങ്ങനെയൊക്കെ പഠിക്കണം, അതായത് ഓരോ സബ്ജക്റ്റിലും എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, അതിന് മുഴുവൻ ഡീറ്റെയിൽസ്, എന്തെല്ലാം എങ്ങനെയെല്ലാം പഠിക്കണം എന്നുള്ള മുഴുവൻ കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ബുധനാഴ്ച രാത്രി ഞങ്ങൾ നിങ്ങളെ കാണാൻ വേണ്ടി വരുന്നത്. അപ്പം എല്ലാവരും വരണം, മാക്സിമം ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യണം. അപ്പം സമയം മറക്കണ്ട. രാത്രി 7:30 ആണ് നിങ്ങളുടെ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് സമയം നമ്മളൊന്ന് ഇന്ററാക്ട് ചെയ്യും. അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഒരു നല്ലൊരു സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ട് നല്ല ഹൈ മാർക്ക്, ടോപ്പ് മാർക്ക് സ്കോർ ചെയ്യണം ഓണം എക്സാമിനേഷന്. അത് നല്ലൊരു കോൺഫിഡൻസ് അവർക്ക് കൊടുക്കില്ല മിസ്സേ. അപ്പൊ ഇത്തവണത്തെ ഓണപരീക്ഷ മാറ്റങ്ങൾ ഒരുപാട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട, നമ്മൾ അടിപൊളിയായിട്ട് എഴുതണം. സോ ലൈവ് അറ്റൻഡ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളെ നിങ്ങളുടെ ക്ലാസ്മേറ്റ്സിന്റെ അടുത്തൊക്കെ പറയാം, ബുധനാഴ്ച 7:30 ആകുമ്പോഴത്തേക്ക് ഏകൻ ക്ലാസ് 8 ചാനലിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്യും, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ. കാണാം കേട്ടോ ബുധനാഴ്ച.